ഗൈസ്, വെറുതെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നപ്പോൾ ഇന്ന് പുറത്തുനിന്നായാലും നോമ്പുതറാന്ന് കരുതി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ തൃശ്ശൂരുകാരുടെ സ്വന്തം ശോഭ മോളിലോട്ടാണ് വന്ന് കയറിയപ്പോൾ തന്നെ മോളുടെ മുന്നിലായിട്ട് എന്തോ കാര്യപ്പെട്ട DJ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. നോമ്പ് തുറക്കാൻ കറക്റ്റ് സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് കൂടുതലൊന്നും നോക്കാൻ വേണ്ടി നിന്നില്ല. പെട്ടെന്ന് തന്നെ പാർക്കിംഗ് ചാർജും കൊടുത്ത് നമ്മൾ നേരെ ഫുഡ് സെക്ഷനിലേക്ക് എത്തി. മുകളിലേക്ക് കയറാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് താഴെ നിന്ന് ജസ്റ്റ് 2 ജ്യൂസ് ഓർഡർ ചെയ്തു. ഇവരുടെ ഒരു അശ്രദ്ധ കാരണം ജ്യൂസ് കിട്ടിയത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ജ്യൂസ് ഓർഡർ ചെയ്ത് ബില്ല് ചെയ്ത് ഞങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഞങ്ങളുടെ പിന്നെയും വന്നവർക്കും ജ്യൂസ് കിട്ടിയപ്പോൾ അന്വേഷിച്ചു ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന്. അപ്പോഴാണ് അവർ ഞങ്ങളുടെ ഓർഡർ അങ്ങോട്ട് പാസ് ചെയ്തില്ലെന്ന് അറിഞ്ഞത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കിട്ടിയതും കുടിച്ച് നമ്മൾ നേരെ അകത്തോട്ട് കയറിപ്പോ സുഡിയോ സെക്ഷനിലോട്ടാണ് പോയത്. ഒന്നും എടുക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് കയറിയതായിരുന്നില്ല. എന്നാലും കയറി സ്ഥിതിക്ക് നമ്മൾ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ 2 ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു. ഹെവി ആയിട്ട് അപ്പോൾ കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഇത് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ വീട്ടിലാണെങ്കിൽ ഫുഡും ഉണ്ട്. ഇവിടുന്ന് ഒരു ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കണം എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ എന്റെ മനസ്സിൽ. പക്ഷെ അതൊന്നും നടന്നില്ല ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെ സമയം ബാലൻസ് ചെയ്യാനേ പറ്റില്ല. പിന്നെ സമയം പോകുന്നത് വളരെ സ്പീഡിലായതുകൊണ്ട് സമയം എവിടെയോ തീർന്നു. അങ്ങനെ കുറച്ചു നേരം നമ്മൾ കാറ്റൊക്കെ കൊണ്ട് പുറത്തൊന്നിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇരുന്ന മരത്തിലായിട്ട് ഇതുപോലത്തെ ഒരു കായ കണ്ടത്. ഈ കായ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് കയ്യിലെടുത്ത സമയത്താണ് ഇതുപോലെ വെള്ളം പോലെ എന്തോ കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ ആ കായ ഉപേക്ഷിച്ചു കേട്ടോ. ഇത് എന്ത് കായാണെന്ന് അറിയുന്നവരെ ഒന്ന് കമന്റ് ഇടണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്താണ് കുറെ ആളുകൾ DJ പാർട്ടി ഒക്കെ കഴിഞ്ഞ് വരുന്നത് കാണുന്നത്. സംഭവം ഇത് ഹോളി പ്രമാണിച്ചുള്ള DJ പാർട്ടി ഒക്കെ ആയിരുന്നു കേട്ടോ. എല്ലാരും കളറി കുളിച്ചാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ നല്ലൊരു മാസം ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ആ ഭാഗത്തേക്ക് പോകാനേ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നെസ്റ്റോയിലോട്ടാണ് പോയത്. നെസ്റ്റോന്നൊന്നും പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അല്ലാതെ ഇവിടെ എവിടെ പോവാനാണ്. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. എന്റെ നാട്ടിൽ ഇഫ്താർ പ്രമാണിച്ച് ഒരുപാട് പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ ഒരു സെറ്റപ്പ് ഒന്നും എനിക്ക് ഇവിടെ കിട്ടാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമാണ്. കുഴപ്പമില്ല, നെസ്റ്റോന്ന് കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് നമുക്ക് ആ വിഷമം അങ്ങോട്ട് തീർക്കാം. അങ്ങനെ കുറെ സാധനം ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് സമയം ഉള്ളായിരുന്നു. അപ്പൊ കണ്ണി കണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് ബില്ലും ചെയ്ത് നമ്മൾ നേരെ നെസ്റ്റോന്റെ പുറത്തോട്ട് ഇറങ്ങി. കൈ പിടിക്കാൻ മടിയായതുകൊണ്ട് വണ്ടിയുടെ ഡിക്കിയിൽ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കും ഇങ്ങോട്ട് വരുന്ന വഴിക്കും നമുക്ക് ഇതുപോലെ ഒരു പണി കിട്ടി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും 10 മണിയായിട്ടുണ്ടായിരുന്നു. ക്ഷീണം കാരണം കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.